ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്ക് പുതിയ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് നോർവേക്കാണ് നമുക്ക് പോകേണ്ട 3 റൂട്ട് വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഈ റൂട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, 1795 കിലോമീറ്റർ ഉണ്ട്. ഫെറി കയറി വേണം പോകാൻ. റോസ്റ്റോക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് പഠിപ്പിക്കാം. ഹായ് ഗേസ്, നമ്മുടെ പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. വണ്ടിയുടെ കോലം കണ്ട. ഇന്നലെ വന്നപ്പം മുഴുവൻ മഞ്ഞടിച്ച് ഒരു പരിവായി കിടക്കുക. ഞങ്ങൾ ഡബിൾ ഡ്രൈവറാണ് പോകുന്നത്. നമ്മുടെ ചങ്ക് ബ്രോയാ രോഹിത്സം പടയാ. നമുക്ക് പഠിപ്പിക്കാം. Like a heartbeat fight. These gritty vibes keep my story in sight. Street lights flicker on this endless trail. Each corner whispers a hero feel. Smooth flow cutting through the urban scale, where truths are spoken and tales unveil. Goes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pound like a heartbeat fight. These gritty vibes keep my story in sight. Streetlights flicker on this endless trail. Each corner whispers a hero or fail. Smooth flow cutting through the urban scale, where truths are spoken and tales unveiled. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Like a heartbeat fight. These gritty vibes keep my story in sight. അങ്ങനെ ഞങ്ങൾ റോസ്റ്റോക്ക് ഫെറിയിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല സ്നോ ഉണ്ടായിരുന്നു. ഏകദേശം 1200 കിലോമീറ്റർ അടുത്ത് ഉണ്ടായിരുന്നു. രാത്രി നല്ല പാടായിരുന്നു വണ്ടി ഓടിക്കാൻ. എന്നാലും ഞങ്ങൾ ഓടിച്ചെത്തി. രാവിലെ എത്തി 7 മണിയോടുകൂടി ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്തു ഫെറിക്കുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഫെറി ഒരു 7 മണിക്കൂർ ഉണ്ട് ഇവിടുന്ന് ഡെലിബറഗിലേക്ക്, സ്വീഡനിലേക്ക്. ഇതിനകത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല റേറ്റാണ്. റൂമും ഉണ്ട്. നമുക്ക് വിശ്രമിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അവർ. നമ്മുടെ ട്രക്ക് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഇൻസ്ട്രക്ഷൻ തരാൻ കപ്പലിലെ ജീവനക്കാരുണ്ട്. അവർ പറയുന്നതനുസരിച്ച് നമ്മുടെ വണ്ടി, നമ്മുടെ ട്രക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകാം. റൂമിൽ ചെന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമുക്ക് കപ്പലിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതേപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, അതിലേക്ക് നമുക്ക് പോവാം. അവസാനം നമ്മൾ സ്വീഡനിലെത്തി ഗൈസ്.
ഇനി നമ്മൾ രോഹിത്താണ് വണ്ടി എടുക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഡീസൽ അടിക്കണം. ഇവിടെ തന്നെ നമുക്ക് പുറത്തിറങ്ങി തന്നെ ഉടനെ തന്നെ ഒരു പമ്പുണ്ട്. ആ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ ബേസ് ഉണ്ട് ഇവിടെ സ്വീഡനിൽ. ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി നമുക്ക് സ്നോ ചെയിൻ എടുക്കണം. സ്നോ ചെയിൻ എടുത്തിട്ട് നേരെ നോർവേ എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് കസ്റ്റംസ് ഉണ്ട്. കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ട് നേരെ ഡെലിവറിക്ക്. നാളെ രാവിലെ 8 മണിക്കാണ് നമുക്ക് ഡെലിവറി ടൈം പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഓടിയെത്തും. Down the boulevard, sun hitting my shades. Riding low and slow, this vibe never fades. Palm trees dancing in the hazy sunlight glow. West Coast rhythm, let the good times flow. Cruising, grooving, feel that funky breeze.